നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കപ്പൽ മുങ്ങിത്തുടങ്ങി എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടക്കവേ നമ്മുടെ മുഖ്യന്റെ മുഖത്താകമാനം പ്രതിഫലിച്ചത്. ഇ.പി. ജയരാജനെ സംരക്ഷിച്ചതാണോ, ഉപദേശിച്ചതാണോ, ഇനിയിപ്പോൾ തള്ളി പറഞ്ഞതാണോ എന്നൊന്നും വ്യക്തമായി ആശാൻ ഇതുവരെ മനസ്സിലായിട്ടില്ല. അതാണ് വാസ്തവം. ശിവനേക്കാൾ വലിയ പാപി ഇവിടെ ആരാണ് എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ആ ചോദിച്ച ചോദ്യത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും ഒക്കെ ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവസാന കച്ചിത്തുരുമ്പും കൈവിട്ടു പോകുന്നതിൻ്റെ നിരാശയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ. മുന്നേ പറഞ്ഞതുപോലെ തന്നെ വോട്ടെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷയും അങ്കലാപ്പും അതിന് തെളിവാണ്. മാധ്യമപ്രവർത്തകരോടുള്ള പ്രതികരണത്തിലുടനീളവും അത് പ്രകടമായിരുന്നു. രാവിലെ തന്നെ CPM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായി ഇ.പി. ജയരാജനെ പരസ്യമായി കുറ്റപ്പെടുത്തിയതൊന്നും വെളിവോടെ ആയിരുന്നില്ല. പരാജയ ഭീതി മൂലം വിഭ്രാന്തിയിലായ മുഖ്യമന്ത്രി വോട്ടെടുപ്പിന്റെ നിർണായക മണിക്കൂറുകളിൽ തന്നെയാണ് LDF കൺവീനറെ പാപി എന്ന് വിശേഷിപ്പിച്ചതും തള്ളിപ്പറഞ്ഞതും. കടുത്ത പിണറായിസ്റ്റുകളെ പോലും അത് ഞെട്ടിച്ചു കളഞ്ഞു. മാനസികമായി തകർന്നു. തിരഞ്ഞെടുപ്പ് കൈവിട്ടുപോയി എന്ന മാനസികാവസ്ഥയിൽ നിന്നല്ലാതെ ഇത്തരമൊരു പ്രതികരണം ഉണ്ടാകില്ല. പാർട്ടിക്കും തനിക്കുമെതിരായി എത്ര കടുത്ത ആരോപണങ്ങൾ ഉയർത്തിയാലും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്ന പിണറായി വിജയൻ ഇന്നലെ മുഖമടച്ച് വീണു പോവുകയായിരുന്നു ഉണ്ടായത്. അത് പാർട്ടിയെ കുഴപ്പത്തിലാക്കുമെന്ന ബോധമില്ലാതെ. ഈ തിരഞ്ഞെടുപ്പ് സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലാകുമോ എന്ന ഒരു മാധ്യമപ്രവർത്തകന്റെ സാധാരണ ചോദ്യത്തിന് മുന്നിൽ പോലും പിണറായി നിലവിട്ടുപോയി. അതാണ് യാഥാർത്ഥ്യം. ആ മാധ്യമപ്രവർത്തകന് നേരെ ഉണ്ടായ വിസ്ഫോടനം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. കഴിഞ്ഞ തവണ ലഭിച്ച ഒരു സീറ്റിൽ പോലും വിജയം നേടാനാവില്ല എന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു ആ പൊട്ടിത്തെറി ഉണ്ടായത്. വരാനിരിക്കുന്ന പരാജയം സംസ്ഥാന ദുർഭരണത്തിന്റെ പ്രതിഫലനമാകില്ല എന്ന് മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞു വെക്കുകയാണിവിടെ. കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിക്കും എന്നതിനേക്കാൾ ഏതാനും സീറ്റുകളിൽ BJPയും ജയിച്ചേക്കും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിയുടെ അങ്കലാപ്പിന് പ്രധാന കാരണം.